ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 11 എക്സോഡസ് 11. അവിടെ ദൈവം മോശയുടെ അഹരോനോടും ദൈവം പറയാണ് താൻ ഒരു ബാധയും കൂടെ മിസ്രൈമിലേക്ക് കൊടുക്കുമെന്നുള്ളവർക്ക് മിസ്രൈമിയർക്ക് ഒരു ബാധയും കൂടെ ഏൽപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയാണ്. അത് കടിഞ്ഞൂൽ സംഹാരമാണ്. അവിടെ ഓരോ വീടുകളിലെയും അതിൻ്റെ ആദ്യജാതനെ യഹോവ കൊന്നുകളയും എന്നുള്ളൊരു കാര്യം അവിടെ ദൈവം അവിടെ പ്രോമിസ് കൊടുക്കുകയാണ്. അപ്പോൾ ദൈവം പറയുന്നു, അപ്പോൾ ദൈവം മാത്രമല്ല, അവരവിടെ ഇത് ലാസ്റ്റ് ബാധയാണ്. ഇതോടെ ഫറവോൻ അവരെ അവിടെ വിട്ടയക്കും എന്നുള്ളൊരു കാര്യം ദൈവം അവിടെ അത് കൺഫേം ചെയ്ത് ദൈവം പറയാണ്. അപ്പോൾ അവരവിടെ നിന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ശരിക്കും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ദൈവം പറയാണ്, മിസ്രൈമ്യരൊക്കെയും ഇവരോട് കരുണ കാണിക്കുമെന്ന് പറയുകയാണ്. അവർക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും അവർക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം ദൈവം അവിടെ പ്രോമിസ് ചെയ്യണം. അങ്ങനെ തന്നെ അവിടെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവം നമ്മളുടെ ഓരോ നീഡ്സും നമ്മളുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ചിലപ്പോൾ നമ്മളുടെ നീഡ്സ് നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ഒരു ഡൗട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അൺലൈക്ലി ആയിട്ടുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ അൺലൈക്ലി ആയിട്ടുള്ള സാഹചര്യങ്ങളോ ഉപയോഗിച്ചായിരിക്കും ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ അതാണ് സംഭവിച്ചത്. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ അവിടെ മിസ്രൈമിൽ അവരുടെ സ്വർണങ്ങളും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഭരിക്കട്ടെ. അത് മറ്റൊന്നുമല്ല, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ, അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ, ദൈവം അറിയാതെ അത് സംഭവിക്കുകയില്ല. ദൈവം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ സഫർ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ ഏറ്റവും അൺലൈക്ലി ആയിട്ടുള്ള വ്യക്തിയെ ഉപയോഗിച്ച് അൺലൈക്ലി ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ചിന്ത നമ്മൾ തുടർന്ന്